ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ആഷിയുടെ അടുത്ത് പോവാണ്. ആഷി നാട്ടിൽ പോവാന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നോ. അപ്പം ഇന്ന് പെട്ടി പാക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആഷിയുടെ അടുത്ത് പോവാണ്. അപ്പോൾ ഇന്ന് പെട്ടി പാക്ക് ചെയ്യുന്ന വീഡിയോ കാണിക്കാം അല്ലേ ജോലിക്ക? പനിയ പാവത്തിന്. അങ്ങനെ നമ്മുടെ തൊട്ടടുത്താണ് ആഷിയുടെ ഫ്ലാറ്റ് വന്നിട്ട്. അപ്പം നമ്മൾ ആഷിയുടെ ഫ്ലാറ്റിലെത്തി. ഇവിടെ വന്നപ്പോൾ ആകെപ്പാടെ കുളമായിട്ട് കിടക്കുന്ന അവസ്ഥയാണ്. അപ്പം ഓൾറെഡി 1 മന്ത് മുമ്പ് വാങ്ങിച്ച സാധനങ്ങളെല്ലാം പെട്ടിക്കകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനി പാക്ക് ചെയ്യണം. അതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. അപ്പം വാങ്ങിയതൊക്കെ അതുപോലെ തന്നെ സെറ്റ് ചെയ്തേക്കുകയാണ്. ഒന്നും പാക്ക് ചെയ്തിട്ടില്ല. അപ്പം അതെല്ലാം ഒന്ന് ഇറക്കി താഴെ വെച്ചിട്ട് പാക്കിംഗ് ആണ് പരിപാടി. അപ്പോൾ എല്ലാം അൺബോക്സ് ചെയ്ത് നമ്മൾ പെട്ടിക്കകത്തോട്ട് നിരത്തി വെക്കുന്നുണ്ട്. ആഷിയുടെ സിസ്റ്ററിൻ്റെ കുട്ടിക്ക് വാങ്ങിച്ച ടോയ്സൊക്കെയാണ് എനിക്ക് കാണിച്ചു തരുന്നത്. ക്യൂട്ടായിട്ടുള്ള പിങ്ക് കളറിലുള്ള ടോയ്സൊക്കെയാണ് വാങ്ങിച്ചത്. പിന്നെ ജോലിക്ക് അതെല്ലാം അൺപാക്ക് ചെയ്തിട്ട് നമ്മുടെ കൊണ്ടുപോകാനുള്ള പെട്ടിയിലേക്ക് പാക്ക് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിലേക്ക് പോകാനുള്ളവർക്ക് എക്സ്പെൻസ് കുറയാനായിട്ട് ഉള്ള വഴിയാണ് ഈ 1 മന്ത് മുമ്പ് കുറച്ച് സാധനങ്ങളായിട്ട് മേടിച്ച് വെക്കുന്നത്. ഇപ്പം നമ്മൾ പെട്ടിയിലേക്ക് പാക്ക് ചെയ്യുന്ന ഊതിൻ്റെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള പെർഫ്യൂമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരു ചേട്ടൻ്റെ വീട്ടിലേക്കുള്ള കുറച്ച് ഐറ്റംസും കൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടുകാരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു ഭാഗം ഊതിന്റെ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് പെർഫ്യൂം ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ഡവിന്റെ സോപ്പ്, ഇത് സെബാമെഡിന്റെ സോപ്പ്. ഇതെന്താടാ? ഓക്കെ. പിന്നെ വേണ്ട ഇത് നമ്മുടെ ഗൾഫുകാരുടെ സ്ഥിരം സാധനങ്ങള്, പൗഡർ, മൂവ്. ഇവിടെ പിന്നെ ഇത് ചോക്ലേറ്റുകളുണ്ട്. ഇത് കാണുന്ന വീട്ടുകാരുടെ നാട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ ഇത്രയും ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കേട്ടോ, ടോർച്ച്, ബഡ്സ്, നാട്ടിൽ ചെല്ലുമ്പോ ചെവിക്കാത്തിടാൻ. ചോക്ലേറ്റുകളൊക്കെ ആവശ്യത്തിലധികം ഉണ്ട്. നാട്ടിൽ പോകുന്നവർക്ക് എത്ര രൂപ എക്സ്പെൻസ് കാണൂടാ? അത് നിങ്ങൾക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 10-20 ലക്ഷം എന്തായാലും വേണം. പിന്നെ ഒക്കെ പ്ലാൻ ചെയ്ത് വന്നിട്ട് ഭാര്യയും ഭർത്താവ് അറിയാത്ത പോലെ ഒരാൾ ജോലി ചെയ്യിക്കാനും ഒരാളെ പറയാനും. കഴിഞ്ഞോ? അപ്പൊ ഇവിടെ ആയിരിക്കും കൊഴപ്പില്ല. ഇത് ലോക്ക് ചെയ്താൽ മതി, ഇപ്പുറത്തേക്ക് വരില്ല. ആ ഡ്രസ് ഇട്ടോ കുറച്ച് അവിടെ അതിന് വെയിറ്റ് നോക്കണം ആദ്യം. കാരണം ഇത് 30 മേലെ. പർച്ചേസിങ് വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു പിശുക്കനായ ആശിന്ന്. ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഒട്ടും പിശുക്കിത്തരം കാണിച്ചിട്ടില്ല. ചോക്ലേറ്റൊക്കെ അതുപോലെ ആശി വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ തമാശക്കാണ് അത് പറഞ്ഞത്. ആനക്കിടാൻ പറ്റി കൊടുത്തു. നിന്റെ ചാനല് അൺസബ്സ്ക്രൈബ് അവളുടെ ഡ്രസ് കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം. മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനറിയണ്ടായില്ല ആള്. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് നോക്കുവാണ്. വെയിറ്റ് നോക്കിയപ്പം കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് എന്ത് മാറ്റിയിട്ട് ആഡ് ചെയ്യാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആഷിയുടെ സിസ്റ്ററിൻ്റെ കുട്ടിക്ക് വാങ്ങിച്ച ബാഗ് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഹാൻഡ് ഗേജിയുടെ കാര്യം ഓർത്തത്. കണ്ണേട്ടൻ നമുക്ക് ഹാൻഡ് ഗേജിയുടെ ബാഗ് കൊടുത്തുന്നു. കണ്ടേട്ട ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നതിനാണ് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയത്. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആഷിയുടെ ബാഗ് പാക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. ടാറ്റ ബൈ ബൈ.